നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മുന്നണികളാണുള്ളത്. അതുകൂടാതെ സ്വതന്ത്രനായിട്ട് പി.വി. അൻവറും മത്സരിക്കുന്നുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇത്തവണത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ശരിക്കും നമ്മൾ കൗതുകത്തോടെ വീക്ഷിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഒത്തിരി ഫാക്ടറുകൾ, ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഫാക്ടറുകളുണ്ട്. അതായത് പി.വി. അൻവറിനെ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പുറത്തേക്ക് പറയാൻ എല്ലാവർക്കും പേടിയാണെന്നേ ഉള്ളൂ. സത്യത്തിൽ അവിടെ അത് ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അതായത് ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് പലതായി ചിതറിപ്പോകാൻ തുടങ്ങുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ട്. SDPI ഒരു വശത്തുണ്ട്, അതുപോലെ വെൽഫെയർ പാർട്ടിയുണ്ട്, PDP ഉണ്ട്, INL ഉണ്ട്, ലീഗുണ്ട്. ഇങ്ങനെ 4-5 പാർട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് അൻവറും കൂടെ ഒരു എൻട്രി കൊതിക്കുന്നത്. അൻവറിൻ്റെ പാർട്ടി ഒരു മുസ്ലിം പാർട്ടി എന്നുള്ള നിലയിൽ കൊണ്ടുവരാനും LDFനെയും UDFനെയും ഭയപ്പെടുത്താനുമൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് ഫലിക്കുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. നമ്മളധികം ശ്രദ്ധിക്കാതെ പോയൊരു സംഭവം എറണാകുളത്ത് നടന്നു. അതായത് സംസ്ഥാനത്തെ 6 പ്രബലമായ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തെ ഒന്നിച്ചു കൊണ്ടുവന്ന് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടുപോയി. അതിൽ ലീഗിൻ്റെ തന്ത്രപരമായ ഇടപെടൽ കൊണ്ട് പ്രബല മുസ്ലിം സംഘടനകൾ, ഇപ്പോൾ സമസ്ത പോലെയുള്ള സംഘടനകൾ അതിൽ സഹകരിച്ചില്ല. വരുമെന്ന് പറഞ്ഞ പലരും വന്നില്ല. എന്ന് പറഞ്ഞാൽ അതിനെ അട്ടിമറിക്കുന്നതിൽ മുസ്ലിം ലീഗ് വിജയിച്ചു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക വോട്ടുകൾ പലതായി ചിന്നിച്ചിതറി പോകരുത് എന്നുള്ളൊരു പൊതുബോധത്തിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുവരുന്നതിൽ മുസ്ലിം ലീഗ് വിജയിച്ചിരിക്കുന്നു. ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊരു നല്ല ടെസ്റ്റാണ്. അവിടുത്തെ സംഘടിത മുസ്ലിം വോട്ട് പാലക്കാട് ബൈ ഇലക്ഷനിൽ ചെയ്തതുപോലെ ഇവിടെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുമെങ്കിൽ അത് മുസ്ലിം കൺസോളിഡേഷൻ വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കും. ദൂരവ്യാപകം എന്ന് ഞാൻ പറയാൻ കാരണം, വരുന്നത് LDF ആണെങ്കിലും വരുന്നത് UDF ആണെങ്കിലും മുഖ്യമന്ത്രി മുസ്ലിം ആയിരിക്കണം എന്നുള്ളൊരു അജണ്ട അടിത്തട്ടിൽ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് BJP ഉണ്ടാക്കുന്നൊരു അജണ്ടയല്ല, അല്ലെങ്കിൽ BJPയുടെ ഒരു ചിന്താഗതി മാത്രമല്ല. ഒരിക്കലുമല്ല. കാരണം ഇത് തന്നെയാണ് ഈ 100 വർഷം മുമ്പ് 2021 തുടങ്ങിയത്. അതായത് പാകിസ്ഥാൻ അവിടെ രൂപം കൊള്ളാൻ വേണ്ടി ആലോചിക്കുമ്പോൾ മറ്റൊരു മുസ്ലിം രാജ്യം ഇവിടെ രൂപം കൊള്ളാൻ വേണ്ടി ഉള്ള ആലോചനയുണ്ടായിരുന്നു. അതാണല്ലോ അന്ന് മലബാർ കലാപമായിട്ട് മാറുന്നത്. അന്ന് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ട്രെയിനിൽ കയറാൻ പറ്റാത്തവരാണല്ലോ ഇപ്പോഴിവിടെ ഈ ഇത്തരം കലാപവുമായിട്ട് നിൽക്കുന്നത്. അവരുടെയും മനസ്സിൽ മറ്റൊരു മുസ്ലിം രാജ്യമാണ്. അതായത് മലപ്പുറം മുതൽ മൈസൂർ വരെയുള്ള ഭാഗം ചേർത്ത് മലബാർ എന്ന് പറയുന്നൊരു സംസ്ഥാനം ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ആരാ പറയുന്നത്? മുസ്ലിങ്ങളാണ് ഇതിൻ്റെ പറയൽ. കാരണം എന്താ? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള ഒരു സംസ്ഥാനം ഉണ്ടാകുകയാണ്. അല്ല, ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് BJP ആണ്. അത് BJPക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. BJP ഇത് പറയും. കാരണം മലപ്പുറം ജില്ല ഉണ്ടായപ്പോൾ സാക്ഷാൽ EMS കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രി മലപ്പുറം ജില്ല ഉണ്ടാക്കി. എന്നിട്ടൊരു ജില്ല തന്നെ മുസ്ലിമിന് ദാനം ചെയ്തപ്പോൾ BJP അതിനെ എതിർത്തു. അന്ന് BJP ഇല്ല, മുൻ രൂപമായ ജനസംഘമാണ്. ജനസംഘം അതിനെ എതിർത്തു. ഇതിനേക്കാളൊക്കെ ഭീകരമായൊരു കാര്യം ഞാനിപ്പോൾ പറയാം. ആരും പറയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഡീലിമിറ്റേഷൻ വന്നില്ലേ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു. പഞ്ചായത്ത് വാർഡുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ രൂപീകരിച്ചപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെല്ലാം കൂടി ചേർത്ത് വാർഡുകൾ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് പഞ്ചായത്ത് വാർഡുകൾ, മുനിസിപ്പൽ ഡിവിഷനുകൾ, കോർപ്പറേഷൻ ഡിവിഷനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഇതുണ്ടല്ലോ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്നാണ് പറയുക. ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ചേർത്തുണ്ടാക്കി കഴിഞ്ഞു. ആരും മിണ്ടുന്നില്ലല്ലോ. അല്ല, നമുക്കറിയാം മലപ്പുറത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ കൂടുതലായി പാർക്കുന്ന സ്ഥലമാണ് മലപ്പുറം. അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് മുസ്ലിങ്ങൾ അധികമായി പോയി എന്ന് പറഞ്ഞ് അതൊരു ആരോപണം മാത്രമല്ലേ BJPയുടെ? അവിടെ മുസ്ലിം കൺസോളിഡേഷൻ കൂടി വരുന്നു, മുസ്ലിങ്ങൾക്കായി പ്രത്യേക പഞ്ചായത്തുകൾ അല്ലെങ്കിൽ വാർഡുകൾ രൂപീകരിക്കുന്നു. അതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളല്ലേ? മലപ്പുറത്തെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ അതിന് അടിസ്ഥാനമൊന്നും പറയണ്ട. മലപ്പുറം അങ്ങനെയാണ്, മുസ്ലിം ഭൂരിപക്ഷമാണ്. ഞാൻ പറഞ്ഞത് മലപ്പുറത്തെക്കുറിച്ചല്ല. കേരളത്തിൻ്റെ പാറശാല മുതൽ അങ്ങ് മഞ്ചേശ്വരം വരെ, കാസർഗോഡ് വരെ കിടക്കുന്ന സ്ഥലങ്ങളിലെ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഇത് രഹസ്യമായി നടപ്പാക്കി കഴിഞ്ഞു. അതായത് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇത് മനസ്സിലാവും. അതായത് ഒരു പഞ്ചായത്തിൽ
ഡീലിമിറ്റേഷൻ വന്ന് പുതിയ വാർഡുകൾ വന്നല്ലോ. അങ്ങനെ വെട്ടിയൊതുക്കി വാർഡുകൾ കൊണ്ടുവരുമ്പോൾ മുസ്ലിമിന് സുരക്ഷിതമായി ജയിക്കാൻ കഴിയുന്ന ഒരു വാർഡ് അതിനകത്ത് ഉണ്ടാക്കിയിരിക്കും. മുസ്ലിങ്ങൾ ഉള്ളിടത്ത്, മുസ്ലിങ്ങൾ ഇല്ലാത്തിടത്ത് പറ്റില്ല. അല്ല, BJP ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ പ്രീണിപ്പിക്കുകയല്ലേ BJP ഏറ്റവും കൂടുതൽ ചെയ്തത്? യഥാർത്ഥത്തിൽ ഇവരെല്ലാം നമ്മുടെ നാട്ടിലെ പൗരന്മാർ തന്നെയല്ലേ? ഇവരല്ലേ നമുക്ക് വോട്ട് ചെയ്യേണ്ടത്? ഇപ്പം BJPക്കാണെങ്കിലും വോട്ട് ചെയ്യേണ്ടത് ഇതേ പൗരന്മാർ തന്നെയല്ലേ? അതിൽ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ലല്ലോ. അപ്പം ഇതൊരു പ്രീണനമല്ലേ? പ്രീണനമല്ല, ഇതൊരു സത്യമാണ്. ഈ സത്യം ഇവിടെ നടക്കുമ്പോൾ ഈ സത്യം നടത്തി കൊടുക്കുന്നതാണ് പ്രീണനം. പ്രീണനം ഇവിടെ നടക്കുന്നു എന്ന് പറയുന്നത് കുറ്റകരമെന്നുള്ള രീതിയിൽ BJP നടത്തുന്ന പ്രീണനം. BJP എന്തിനാണ് പ്രീണിപ്പിക്കുന്നത്? BJP ആരെയും പ്രീണിപ്പിക്കുക? ഇപ്പം മുസ്ലിമിനെ പ്രീണിപ്പിച്ചത് കൊണ്ട് ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രീണനമല്ല, പ്രീണനം LDFും UDFും നടത്തുന്നു എന്ന് BJP വിളിച്ചു പറയുന്നു. അത്രേ ഉള്ളൂ. അല്ല, ഏറ്റവും കൂടുതൽ മതത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നത് BJP അല്ലേ? മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നത് BJP അല്ല. മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് 74 ആനുകൂല്യങ്ങൾ BJP നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവരൊക്കെ ഭരിച്ചപ്പോൾ എന്താ കൊടുക്കാത്തത്? ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിന് വിടുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചപ്പോൾ ഇല്ലാത്ത അത്രയും ഹജ്ജ് കോട്ട കൊടുത്തത് ആരാണ്? BJP ആണ്. അപ്പോൾ BJP മുസ്ലിമിനെതിരല്ല, BJP മുസ്ലിമിൻ്റെ കൂടെയാണ്. ഇതിൻ്റെ വ്യക്തമായ തെളിവാണ് ബീഹാറിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും അടക്കം മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നത്. അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി BJPയുടെ ഭരണമാണ് നല്ലത്, BJP നമുക്കെതിരല്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ പറയത്തില്ല. കാരണം ഇവിടുത്തെ അന്തരീക്ഷം അതാണ്. പക്ഷെ മാറും, ആ മാറ്റം വരും.